പാലാരിവട്ടം പാലം പഞ്ചവടിപ്പാലം പോലെ ആയല്ലോ എന്ന് ഹൈക്കോടതി. അന്വേഷണ പുരോഗതി അറിയിക്കാൻ വിജിലൻസിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. ഇവിടെ തകർന്നു വീഴാത്ത പാലാരിവട്ടം പാലത്തിന്റെ പേരിൽ ഇബ്രാഹിം കുഞ്ഞിനെ ജയിലിലടക്കാൻ നോക്കിയതാണ്. തകർന്നു വീഴാത്ത പാലാരിവട്ടം പാലത്തിന്റെ പേരിൽ പാലാരിവട്ടം പാലത്തിന് പാലം ഇവിടെ ഉണ്ടല്ലോ. ഒതുക്കി പഠിച്ചല്ലോ ഞങ്ങള്. ഒതുക്കി പഠിച്ചപ്പോ സർക്കാരിനെയാണോ പ്രതിയാക്കിയത്? മന്ത്രിയാക്കി അല്ലേ? അല്ലേന്ന് ഇതൊക്കെ പറഞ്ഞ പൊളിഞ്ഞില്ലേ? അങ്ങനെയാണ് മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്തത്. ആ മന്ത്രിക്കാണ് ഉത്തരവാദിത്വം അല്ലേ? ഞാനാണ് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയത്. പാലം പൊളിച്ചു പണിയാനെടുത്ത തീരുമാനത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇത് പഞ്ചവടിപ്പാലം പോലെ ആയല്ലോ എന്നുള്ള ഒരു വിമർശനാത്മകമായ സമീപനം ഹൈക്കോടതി ഈ വിഷയത്തിൽ സ്വീകരിച്ചത് എന്നുള്ളത് വ്യക്തമാണ്. ഏതായാലും ഈ പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇതാണ് UDFും LDFും തമ്മിലുള്ള വ്യത്യാസം. ഏതാണ്ട് 1-2 പാലം പണിതപ്പോൾ തന്നെ അഴിമതിയായി. ഇടതുപക്ഷ ഗവൺമെൻറ് 200 പാലങ്ങൾ ഇപ്പം തന്നെ പണി പൂർത്തിയാക്കി. 100-ലധികം പാലങ്ങൾ പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഏതെങ്കിലും ഒരു പാലത്തെക്കുറിച്ചുള്ള അഴിമതി നിങ്ങൾ കേട്ടിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? അപ്പം ഇതാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രത്യേകത. UDF കാലം മൊത്തം അഴിമതിയാണ്, അഴിമതി ഭരണമാണ് അവരുടേത്. അത് ഉദാഹരണമാണ് ഈ പാലാരിവട്ടം പാലം. പാലം നിർമ്മാണ കമ്പനിക്ക് മുൻകൂർ പണം നൽകാൻ ഉത്തരവിട്ടത് ഇബ്രാഹിം കുഞ്ഞാണെന്ന TO സൂരജിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മുൻമന്ത്രിയെ വീണ്ടും അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. പണമിടപാട് സംബന്ധിച്ച രേഖകളും വിജിലൻസിന് കിട്ടിയിട്ടുണ്ട്. കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി വിഷയത്തിൽ ഉദ്യോഗസ്ഥ തലത്തിന് അപ്പുറത്തേക്ക് രാഷ്ട്രീയ നേതൃത്വത്തിലേക്കുള്ള അറസ്റ്റ് ഉണ്ടാകും. ചെയ്ത് അവർക്ക് തുക അനുവദിക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ 100 രൂപയുടെ ബില്ലാണ് അവർ കൊടുക്കുന്നതെങ്കിൽ 70 രൂപ അനുവദിക്കുകയും ബാക്കി 30 രൂപ ഈ പറയുന്ന അഡ്വാൻസ് തുകയിൽ നിന്ന് കിഴിയുകയും ചെയ്യുക എന്നുള്ളതാണ് സാധാരണ രീതി. പക്ഷേ പാലാരിവട്ടം പാലത്തിൻ്റെ കാര്യത്തിൽ ഈ കരാറെടുത്ത RDS കമ്പനിക്ക് മാത്രമായി അത് 10% എന്ന നിലയിലേക്ക് കുറച്ചു കൊടുത്തു. അതായത് 30% എന്നുള്ളത് 10% എന്ന നിലയിലേക്ക് കുറച്ചു കൊടുത്തു. അതിലൊരു ഗൂഢാലോചന നടന്നു എന്നതാണ് രണ്ടാമത്തെ കാര്യം. ഇതുമായി ബന്ധപ്പെട്ട രേഖകളിലൊക്കെ തന്നെ മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിൻ്റെ ഒപ്പുണ്ട് എന്നാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. മൂന്നാമത്തെ കാര്യം, ഈ 8,25,00,000 രൂപ വാങ്ങിയതിൽ 4 കോടിയോളം രൂപ പലപ്പോഴായി ചില ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർക്ക് കിട്ടി എന്നൊരു ഒരു കണ്ടെത്തൽ വിജിലൻസിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അതിന് സമാനമായി ചില മൊഴികൾ വിജിലൻസിൻ്റെ കയ്യിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആർക്കൊക്കെ കിട്ടി എന്നുള്ള കാര്യത്തിൽ അവർ കൃത്യമായി വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടില്ല. പക്ഷേ രേഖാപരമായും വസ്തുതാപരമായും മന്ത്രി ഇബ്രാഹിം കുഞ്ഞിനെതിരെ നടപടിയെടുക്കാൻ തക്ക തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ട് എന്ന് തന്നെയാണ് വിജിലൻസ് ഇപ്പോഴും അവകാശപ്പെടുന്നത്. അൻഷാദ്.